ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 ഇപ്പം അടുത്ത് റിലീസായിട്ടുള്ള ഒരു അടിപൊളി കന്നഡ ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ കഥയാണ്. ഈ കഥയുടെ പേര് ഷെഫ് ചിദംബര. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്യാവശ്യം ട്വിസ്റ്റുകളൊക്കെ ഉള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ത്രില്ലിംഗ് സ്റ്റോറി തന്നെയാണ് ഈ ഒരു മൂവിയുടേത്. പിന്നെ എൻ്റെ ചങ്കുകളായിട്ടുള്ള നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മുടെ സീരീസ് ചാനൽ നഷ്ടപ്പെട്ടു പോയില്ലേ, അപ്പോൾ ഈ ഒരു ചാനലിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പിന്നീട് വീഡിയോസിലൂടെ നിങ്ങളെ കണ്ടുകൂട്ടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ മൈൻഡിലൊരു പ്ലാനും ഒരു ആഗ്രഹമുണ്ട്. അത് നിങ്ങൾ സഹായിച്ചാലേ സാധിക്കുള്ളൂ. അതായത് ഒരു സീരീസ് ചാനൽ, അതുപോലെ തന്നെ മിക്സഡ് ആയിട്ടുള്ള കൊറിയൻ, ഹോളിവുഡ്, അന്യഭാഷ മൂവികൾക്കായിട്ട് മറ്റൊരു ചാനൽ, അത് നമുക്ക് ട്വിസ്റ്റ് മലയാളി മിക്സ് എന്നോ അല്ലെങ്കിൽ 2 എന്നോ പേരിലിടാം. അപ്പോൾ നമ്മുടെ സീരീസ് ചാനലും അതുപോലെ സെക്കൻഡ് ചാനലും പറ്റുന്നത്ര എൻ്റെ ചങ്കുകൂട്ടുകാർ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ 2 ചാനലും ഏകദേശം ഒരു 10K ആയി കഴിഞ്ഞാൽ പിന്നെ വൈകിപ്പിക്കാതെ നമ്മൾ ഡെയിലി വീഡിയോസ് ഇട്ട് തുടങ്ങും. അപ്പോൾ എൻ്റെ എല്ലാ ചങ്കുകളും ചങ്കത്തികളും ഹെൽപ്പ് ചെയ്യുന്ന പ്രതീക്ഷയോടുകൂടി എൻ്റെ സ്വന്തം നാടായ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന അറിയാം. ഇനിയിപ്പോൾ സാമ്പത്തികമായിട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകൾ അവരുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുക. അപ്പോൾ അധികം പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് കഥയിലേക്ക് കടക്കാം. അതിനു മുമ്പ് എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. കഥയുടെ ആരംഭത്തിൽ ഒരു പഞ്ചറുകടക്കാരനില്ലേ, ദൈവത്തിനോട് ഞാൻ ദിവസവും ചന്ദനത്തിൽ കത്തിക്കുന്നുണ്ട്, എന്നെങ്കിലും എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പഞ്ചർ കിട്ടണേ. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു ബാഗ് എടുത്തിട്ട് കടയും പൂട്ടിയിട്ട് അങ്ങനെ എങ്ങോട്ടോ പോകുന്നുണ്ട്. അല്ല, കട പൂട്ടിപ്പോയാല് പിന്നെ കച്ചവടം നടക്കുക. അപ്പോഴാണ് ആ കടക്കാരന്റെ ബുദ്ധി നമുക്ക് മനസ്സിലാവുന്നത്. അയാൾ ആ ബാഗ് എടുത്ത് പോയില്ലേ, അതിൽ നിറയെ ഈ ടയർ പഞ്ചറാക്കുന്ന ആണികളായിരുന്നു. അങ്ങനെ റോട്ടിലേക്ക് വെതറിടുന്നുണ്ട്. ഇനിയിപ്പോ ആ ഭാഗത്ത് ഏതെങ്കിലും വണ്ടി പഞ്ചറായാല് അടുത്തുള്ളത് ഇയാളുടെ പഞ്ചർ കടയല്ലേ. അങ്ങനെയാണ് ഇയാൾ വരുമാനം ഉണ്ടാക്കുന്നത്. എന്നാൽ ആണിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ അതിലെ പോയൊരു കാറില്ലേ വലിയൊരു ആക്സിഡന്റിൽ പെടുകയാണ്. മലക്ക് മറിഞ്ഞു പോയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ പേടിച്ചിട്ട് ആ പഞ്ചറുകാരൻ അവിടെ നോട് തള്ളുന്നുണ്ട്. അടുത്ത സീല് നമ്മൾ കാണുന്നത് ഒരു ഓർഫനേജ് ആണ്. അവിടെ പ്രാർത്ഥനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേ ഓർഫനേജിൽ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഹീറോ വന്നിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് കുറച്ച് റൗഡി ഗ്യാങ്സ് വന്നിട്ട് ആ ഒരു ഓർഫനേജിലെ ടീച്ചറെയും അതുപോലെ കുട്ടികളെയൊക്കെ അവിടെ നിന്ന് പുറത്താക്കിയിട്ട് ആ ഓർഫനേജ് കയ്യിലാക്കാൻ നോക്കുകയാണ്. എന്നാൽ ആ കുട്ടികളുടെ കരച്ചിൽ കേട്ടപ്പോൾ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരുന്ന നമ്മുടെ ഹീറോയ്ക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. ആ റൗഡികളെ ഓരോരുത്തരായിട്ട് എടുത്ത് പഞ്ഞു കിടുന്നുണ്ട്. അവസാനം കണക്കിന് കൊടുത്ത ശേഷം ആ ഒരു കുട്ടികളുടെ കൂടെ തന്നെ ആ ഒരു റൗഡികളെ ഇരുത്തിയിട്ട് അവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. അതിനുശേഷം ആ ഒരു ഓർഫനേജ് നടത്തുന്ന ടീച്ചറും മാനേജറായിട്ടുള്ള വ്യക്തിയോട് ചോദിക്കുന്നുണ്ട്, അല്ലെ റൗഡികൾ ആരാ, ഇവരെന്തിനാ ഓർഫനേജ് കയ്യിലാക്കാൻ നോക്കുന്നേ, എന്താ പ്രശ്നം? അപ്പോഴാണ് ആ ഒരു മാനേജർ പറയുന്നത്, ഈ ഒരു ഓർഫനേജ് 10 വർഷം മുമ്പ് സുമിത് ഷെട്ടി എന്നൊരു നല്ല മനുഷ്യൻ ഈ കുട്ടികൾക്ക് വേണ്ടി തന്നതാണ്. എന്നാൽ അന്ന് മുദ്രപത്രത്തിൽ എഴുതി വാങ്ങിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സുമിത്തിന്റെ മകൻ അവിനാശ് ഷെട്ടി അയാള് അച്ഛന്റെ ഈ സ്ഥലം കയ്യേറാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഹീറോ, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളുടെ ഉദ്ദേശം നല്ലതല്ലേ, അതുകൊണ്ട് എല്ലാം നല്ല രീതിയിലേ ഭവിക്കുള്ളൂ. അങ്ങനെ ഹീറോ അവിടുന്ന് നേരെ പോകുന്നത് ബിസിനസ്സുകാരനായ അവിനാശിനെ കാണാനാണ്. പോകുമ്പോൾ ഈ അനാഥാശ്രമത്തിന്റെയും അതുപോലെ ബീച്ചിനരികില് നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഹോട്ടലുണ്ട്. ആ ഒരു ഹോട്ടലിലെ പേപ്പർ അവിനാശിന്റെ അടുത്ത് വെച്ചിട്ട് കുറച്ച് പൈസ ഹീറോ കടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൈസ തിരിച്ചു കൊടുക്കും വേണം. അങ്ങനെ 2 പ്രശ്നങ്ങളും എങ്ങനെയും ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് അവിനാശിനെ കാണാൻ ഹീറോ പോവാണ്. അപ്പോൾ അവിനാശിന്റെ ഭാര്യ മോൺ അങ്ങോട്ട് വരികയാണ്. ഹീറോയെ കണ്ടപ്പോൾ ഒരു കോഫി എടുക്കാനായിട്ട് അവര് കിച്ചണിലേക്ക് പോകുമ്പോൾ ഹീറോ അവിനാശിനോട് കാര്യം പറയുന്നുണ്ട്. ഹോട്ടലിന്റെ പൈസ തിരിച്ചെടുക്കാൻ കുറച്ച് സമയം കൂടി വേണം. അപ്പൊ അവിനാശ്, ഒരു മാസം, അടുത്ത മാസം പൈസ വന്നിട്ടില്ലെങ്കിൽ പിന്നെ ആ ഹോട്ടൽ മറന്നേക്ക്. എന്നാൽ ഹീറോയുടെ ആ ഒരു ഹോട്ടല് പരമ്പരാഗതമായിട്ട് ഹീറോക്ക് കിട്ടിയതാണ്. എന്തായാലും ഒരു മാസം സമയമുണ്ടല്ലോ, അതിനുള്ളിൽ എങ്ങനെയെങ്കിലും പൈസ കൊടുക്കാം. അങ്ങനെ ഹീറോയുടെ തിരിച്ചു പോവാണ്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ആ ഒരു പഞ്ചർ കടക്കാരനില്ലേ, അയാള് ആണി വെച്ചിട്ട് പോലീസ് വണ്ടിയിൽ പഞ്ചറായിട്ടുണ്ട്. അങ്ങനെ പൈസ ചോദിക്കുമ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, പോലീസുകാരനോടാണോടാ പൈസ ചോദിക്കുന്നത്? അപ്പോഴാണ് ഇൻസ്പെക്ടറിന് ഒരു കോള് വരുന്നത്. നോക്കുമ്പോൾ അത് നമ്മുടെ ബിസിനസ്സുകാരൻ അവിനാശാണ്. അപ്പൊ ഇൻസ്പെക്ടർ, രാവിലത്തെ പ്ലാന് പോലെ ആ ഒരു ഓർഫനേജിലേക്ക് റൗഡികൾ അയച്ചോ? എന്നിട്ട് എന്തായി? എന്ത് പറയാനാ, ആ മരത്തേലമാരെ അയച്ചിട്ട് അവിടെയുള്ള ആ ഒരൊറ്റ മാനേജർ പോലും അവർക്ക് വരുതിയിലാക്കാൻ പറ്റിയില്ല. അപ്പൊ ഇൻസ്പെക്ടർ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ നേരിട്ട് വന്ന് ചെയ്തുതരാം. അപ്പോഴാണ് അവിനാശിന്റെ ഭാര്യ മോണക്ക് ഒരു കോള് വരുന്നത്. അതാരാന്ന് വെച്ചാല് അവളുടെ എക്സ് ആയിട്ടുള്ള വിക്കി ആയിരുന്നു. മോണ അവിനാശിനെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് വിക്കിയുമായിട്ട് നല്ല പ്രണയത്തിലായിരുന്നു. എന്നാൽ പണക്കാരനായ അവിനാശിന്റെ ആലോചന വന്നപ്പോ വിക്കി അവളങ്ങനെ നൈസായിട്ട് മറന്നതാണ്. അപ്പൊ വിക്കി എന്തിനെ ഫോൺ വിളിച്ചെന്ന് വെച്ചാല്, നമ്മള് റിലേഷനുള്ള സമയത്ത് നിന്റെ ചില പ്രൈവറ്റ് ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന പൈസ തന്നിട്ടില്ലെങ്കിൽ നിന്റെ വയസ്സം കെട്ടിയോനില്ലേ, അവന് ഞാൻ ഫോട്ടോസ് അയച്ചു കൊടുക്കും. പിന്നെ നിന്റെ ലൈഫ് എന്താണെന്ന് അറിയാലോ, അപ്പൊ മര്യാദക്ക് ഞാൻ ചോദിക്കുന്ന പൈസ തന്നേക്ക്. അപ്പൊ മോണ, നീ ദയവ് ചെയ്ത് ആ ഫോട്ടോസ് ഒന്ന് ഡിലീറ്റ് ചെയ്യ്, ചോദിച്ച 10 ലക്ഷം കിട്ടിയാല് അപ്പൊ ചെയ്തേക്കാം. അപ്പോഴാണ് മോണയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നത്. അങ്ങനെ ഹീറോയെ ഫോൺ ചെയ്യാണ്. നിങ്ങളോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ പ്രോപ്പർട്ടി ആ ഒരു ഹോട്ടല് നിങ്ങളുടെ കയ്യിലെത്താന് ഞാൻ ഹെൽപ്പ് ചെയ്യാം. അപ്പോഴാണ് ഓപ്പോസിറ്റ് മോണ കാറുമായിട്ട് വന്നത് ഹീറോ കാണുന്നേ. അങ്ങനെ കാറിന്റെ ബോണറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ കാറിന് പറ്റിയ
കാറിനൊന്നും പറ്റിയിട്ടില്ല. എന്നാൽ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് ആരും ശ്രദ്ധിക്കണ്ട. കാർ കംപ്ലൈന്റ് ആയിട്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ ആൾക്കാർക്ക് തോന്നിക്കോട്ടെ. അപ്പൊ ഹീറോ, അല്ല നിങ്ങൾ എന്റെ പ്രോപ്പർട്ടീന്റെ ഡോക്യുമെന്റുമായിട്ട് എന്തോ സംസാരിക്കണ്ടെന്ന് പറഞ്ഞതല്ലേ? അത് ഞാൻ പറയാം. അതിനു മുമ്പ് എനിക്ക് ഒരു കാര്യത്തില് നീ എന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നിന്റെ പ്രോപ്പർട്ടിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അപ്പം മോണ്, ഞാൻ പറയുന്ന കാര്യം നമ്മൾ രണ്ടാളും മാത്രമേ അറിയാൻ പാടുള്ളൂ. അവിനാശമായിട്ട് എന്റെ കല്യാണം നടക്കുന്നതിന് മുൻപ് എനിക്ക് വിക്കി എന്നൊരുത്തനായിട്ട് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സമയത്ത് ഞാൻ അറിയാതെ അവനെന്റെ കുറെ ഫോട്ടോസും വീഡിയോസും എടുത്തു വെച്ചിട്ട് ഇപ്പോൾ അത് വെച്ചിട്ട് അവനെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. എന്നാൽ അവൻ ചോദിക്കുന്ന പൈസ എനിക്ക് അത്ര വലിയ പൈസയല്ല, അത് കൊടുക്കുന്നതുകൊണ്ടും പ്രശ്നമില്ല. എന്നാൽ എനിക്ക് അവൻ അറിയാവുന്നതുകൊണ്ടാണ് അവൻ എനിക്ക് വിശ്വാസമില്ല. ഞാൻ പൈസ കൊടുത്തിട്ടും അവൻ ആ ഫോട്ടോസും വീഡിയോസും എനിക്ക് റിട്ടേൺ ചെയ്യുന്ന ഒരു ഉറപ്പുമില്ല. ഞാൻ ഒറ്റയ്ക്ക് ആ പൈസ കൊടുക്കാൻ പോയാലും അതും ഭയങ്കര റിസ്ക് ആണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, അവന് നിന്റെ അടുത്തേക്ക് ഞാൻ അയക്കാം. അപ്പോൾ ആ ഫോട്ടോസും വീഡിയോസും കളക്ട് ചെയ്തിട്ട് ആ ഫോണും ഡിസ്ട്രോയ് ചെയ്തിട്ട് അവന് ആ പൈസ കൊടുത്താൽ മതി. എനിക്ക് ഈ പ്രശ്നത്തിൽ ആരെ വിശ്വസിക്കണമെന്ന് അറിയുന്നില്ല, പക്ഷേ ഞാൻ നിന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നീ എന്നെ ഹെൽപ്പ് ചെയ്താൽ പിന്നെ നിന്റെ പ്രോപ്പർട്ടിയുടെ ആ ഒരു പൈസ അതിൽ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, ഡോക്യുമെന്റ് നിന്റെ കയ്യിലെത്തും. അങ്ങനെ നമ്മുടെ ഹീറോയും ആ ഒരു ഡീലിന് ഓക്കെ പറയാണ്. അങ്ങനെ അടുത്ത ദിവസം തന്നെ വിക്കിക്ക് പൈസ കൊടുക്കാനായിട്ട് ഹീറോയുടെ വീട്ടിലേക്ക് അവനെ വിളിപ്പിക്കുകയാണ്. വിക്കി, മോണ മേഡത്തിന്റെ ഫോട്ടോസും വീഡിയോസും ഒന്ന് ഡിലീറ്റ് ചെയ്ത് ആ ഒരു ഫോൺ നശിപ്പിച്ചു കളഞ്ഞാലേ നീ ചോദിച്ച പൈസ നിന്റെ കയ്യിലെത്തും. അപ്പോഴാണ് വിക്കിക്ക് ഒരു കോൾ വരുന്നത്. ആ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ബാൽക്കണിയിൽ വന്നപ്പോൾ അവന്റെ പോക്കറ്റിലെ ഫോണിലെ ഒരു വേസ്റ്റ് എടുക്കുന്ന വണ്ടിയിലെ ഡസ്റ്റ്ബിനിൽ പോയി വീഴാണ്. എന്നാൽ അത് വിക്കി കണ്ടിട്ടില്ല. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് അവന് സ്നാക്സ് എടുത്ത് കഴിക്കുമ്പോൾ അത് പെട്ടെന്ന് അവന്റെ ത്രോട്ടിൽ കുടുങ്ങിപ്പോവാണ്. അവന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ഹീറോയ്ക്കും അവൻ എന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് അവന് ആ ഒരു പ്രശ്നം മാറിയിട്ട് ആ പൈസ വാങ്ങാതെ അങ്ങനെ പെട്ടെന്ന് ഞാൻ ചാവില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ കാല് തന്നിട്ട് അവൻ താഴെ വീണുവാണ്. അവന്റെ തല നിലത്തടിക്കുന്നുണ്ട്. എന്നാൽ ഹീറോ, വിക്കി എഴുന്നേക്ക്, തമാശ കളിക്കല്ലേ. എന്നാൽ എത്ര വിളിച്ചിട്ടും അവൻ കണ്ണു തുറക്കുന്നില്ല. അതുപോലെ ചുറ്റിലും ബ്ലഡ് പടർന്നിട്ടുണ്ട്. ഹീറോയ്ക്ക് കാര്യം കത്തിയിട്ടുണ്ട്. വീണ് വീഴ്ചയിൽ വിക്കി മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ ഇവൻ കാല് തന്നിട്ടാണ് താഴെ വീണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലെന്ന് ഹീറോയ്ക്ക് ഉറപ്പാണ്. നിനക്ക് വന്ന് ചാവാൻ എന്റെ വീടേ കിട്ടിയുള്ളൂ. അങ്ങനെ അവന്റെ ബോഡി അവിടെ നിന്ന് മാറ്റിയിട്ട് ആ ബ്ലഡൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് കോളിംഗ് ബെല്ലിന് സൗണ്ട് കേൾക്കുന്നത്. നോക്കുമ്പോൾ നെയ്ബറാണ്. അങ്ങനെ ഫ്ളാറ്റിന്റെ റിന്യൂവൽ പുതുക്കാൻ സൈൻ വാങ്ങാൻ വന്നതാണ്. കൂടെ തന്റെ ചെറിയ മോളും ഉണ്ട്. എന്നാൽ ആ കുട്ടിയാണെങ്കിൽ കളിച്ച് നമ്മുടെ ഹീറോ ബോഡി ഒളിപ്പിച്ചിട്ടുള്ള ആ റൂമിലേക്ക് പോവാണ്. അങ്ങനെ റൂമിനുള്ളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ ഹീറോ, ഈ റൂമിനൊരു കുഴപ്പമുണ്ട്, ലോക്കായ തുറക്കാൻ പറ്റില്ല. അപ്പോൾ നെയ്ബർ ആണെങ്കിൽ ഞാൻ ആരെങ്കിലും കൂട്ടിയിട്ടില്ലാന്ന് പറഞ്ഞിട്ട് ആളുകൾ വിളിക്കാൻ പോവാണ്. ആളുകൾ വന്നാൽ ഹീറോയുടെ കാര്യത്തിൽ തീരുമാനമാവില്ലേ. അതിനുള്ളിൽ ഹീറോയുടെ ഫ്ളാറ്റിലേക്ക് ആ ഒരു നെയ്ബർ എല്ലാ ആളുകളെയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. അതിലൊരുത്തൻ നൈസായിട്ട് ആ ഒരു റൂം തുറക്കാണ്. എന്നാൽ അത് ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് ഹീറോ വേഗം ആ വാതിൽ ചാരിയിട്ട് ആ കുട്ടിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് കൂട്ടാണ്. എന്നിട്ട് ആ ഒരു ഡോർ അടക്കുന്നുണ്ട്. ഹീറോയുടെ ഭാഗ്യത്തിന് ആരും ആ ഒരു ഡെഡ് ബോഡി കണ്ടിട്ടില്ല. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ഒരു ഡോണില്ലേ, ഒരു ടെലിഫോൺ മെക്കാനിക്കിനെ അടിച്ച് പഞ്ചറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഇൻസ്പെക്ടർ വരുന്നത്. എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ എന്റെ ഫോണിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് വിക്കിയാണ് ഇവനെ കൂട്ടിയിട്ട് വന്നത്. അങ്ങനെ ഇവനെ ഫോൺ റെഡി ആയി കഴിഞ്ഞപ്പോൾ അതിന്റെ മൈക്കിന് ഏതോ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞ് പോയതാ. എന്നാൽ ഇപ്പോൾ വിക്കിയെ കുറിച്ച് ഒരു വിവരവുമില്ല, എന്റെ ഫോണിനെ കുറിച്ചും ഒരു വിവരവുമില്ല. അതിനെന്റെ പേഴ്സണൽ ആയിട്ടുള്ള പല ഡീറ്റെയിൽസ് ഉള്ളതാ. വിക്കിയും ഇവനും കൂടി ഇനി എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാ ഇവനൊന്ന് പഞ്ഞിക്കിട്ട് ചോദിച്ചേ ആ ഫോൺ എവിടെയാണെന്ന് അറിയുമെന്ന്. എന്നാൽ നമ്മുടെ ഡോണിന്റെ ഫ്രണ്ടായിട്ട് ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ഒരു ഫോണിന്റെ കാര്യമല്ലേ, അപ്പൊ ഡോണ് ആ ഒരു ഫോൺ എന്റെ കയ്യിലെത്തിയാൽ നീ ചോദിക്കുന്ന പൈസ ഞാൻ തന്നേക്കാം. എന്നാൽ ഇൻസ്പെക്ടർ, ആഹാ അങ്ങനെയാണെങ്കിൽ അതിലെന്തോ പ്രധാനപ്പെട്ട സംഭവം ഉണ്ടല്ലോ, അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അങ്ങനെ ഉടനെ തന്നെ ഇൻസ്പെക്ടർ ആ ഒരു ഫോൺ നമ്പർ ട്രേസ് ചെയ്യാനായിട്ട് ഒരുത്തിനെ വിളിച്ച് ഇൻഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ലൊക്കേഷൻ ട്രേസ് ചെയ്ത് നോക്കുമ്പോൾ വിക്കിയുടെ ഫോണിന്റെ അവസാനത്തെ ലൊക്കേഷൻ നമ്മുടെ ഹീറോയുടെ ആ ഒരു ഫ്ലാറ്റിലെ ആ ഒരു ഏരിയയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇൻസ്പെക്ടറിന്റെ ഒരു അസിസ്റ്റന്റ് വന്നിട്ട് CCTV വിഷ്വൽ നോക്കുമ്പോൾ വിക്കി ആ ഒരു ഫ്ലാറ്റിലേക്ക് വന്നതിന്റെ വിഷ്വലും ഉണ്ട്. അങ്ങനെ ഇൻസ്പെക്ടറെ വിളിച്ചിട്ട് ആ ഒരു ഫോൺ ഇപ്പോൾ ഉള്ളത് ഷെഫ് ചിദംബരത്തിന്റെ വീട്ടിലാണ്, അതായത് നമ്മുടെ ഹീറോയുടെ വീട്. അങ്ങനെ ലൊക്കേഷനും ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇൻസ്പെക്ടർ അവിടുന്ന് ഹീറോയുടെ ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഹീറോയില്ലേ ആ ഒരു ബോഡി ഡിസ്പോസ് ചെയ്യാനായിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരോ ബെല്ലടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒന്നും നടക്കാത്ത പോലെ ആ ഒരു ബോഡി ബെഡിന്റെ അടിയിൽ വെച്ചിട്ട് പതിയെ പുറത്ത് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയുടെ ഭാര്യയായിട്ടുള്ള അനു ആയിരുന്നു. അപ്പൊ ഹീറോ, അല്ല നീയല്ലേ ചെന്നൈയിൽ എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ആ ഒരു മീറ്റിംഗ് ക്യാൻസൽ ആയിന്ന്. അല്ല നിങ്ങളുടെ മുഖം കണ്ടിട്ട് എന്തോ ഞാൻ വന്നത് പിടിക്കാതെ പോലെ ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല, എന്നാൽ ഞാൻ വല്ലാതെ ടയർഡാ, എനിക്കൊരു കോഫി കിട്ടോ. അതിനെന്താ. അങ്ങനെ നമ്മുടെ ഹീറോ അല്ലേ ഒരു കോഫി ഉണ്ടാക്കാൻ കിച്ചണിലേക്ക് പോവാണ്. അങ്ങനെ കോഫി ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ അനു വന്നിരിക്കുന്നത് വിക്കിയുടെ ബോഡി ഒളിപ്പിച്ചിട്ടുള്ള അതേ ബെഡിന്റെ മുകളിലാണ്. അപ്പോൾ അനു പറയുന്നുണ്ട്, ഞാൻ ചെന്നൈയിലേക്ക് പോയത് വെറുതെ അല്ല, നമ്മുടെ പുതിയ ഓർഗാനിക് പ്രൊഡക്റ്റിലെ അതിന്റെ പ്രസന്റേഷൻ ഞാൻ നടത്തുകയും ചെയ്തു. ഓൾമോസ്റ്റ് അവരൊക്കെ സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രശ്നമില്ല. പിന്നെ സിധു നിന്റെ പ്രോപ്പർട്ടിയിലെ ആ ഒരു ഹോട്ടല് അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ എടുത്തിട്ട് നമുക്ക് സെറ്റിൽ ആവാം, ഹാപ്പി ആയിട്ട് നമ്മുടെ ലൈഫ് ലീഡ് ചെയ്യാം. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് കേട്ടിട്ട് സന്തോഷമുണ്ട്, എന്നാൽ അത് മുഖത്ത് വരുന്നില്ല. കാരണം ആ ബെഡിന്റെ അടിയിലല്ലേ ബോഡി ഉള്ളത്. അതോ അനു കാണുന്നതിന് മുൻപ്, ആരെങ്കിലും അറിയുന്നതിന് മുൻപ് എങ്ങനെ പെട്ടെന്ന് ഇവിടുന്ന് മാറ്റേണ്ടത് എന്നുള്ള ആ ഒരൊറ്റ ചിന്തയിലാണ് ഹീറോ ഉള്ളത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഇൻസ്പെക്ടർ വരുന്നത്. അപ്പൊ ഹീറോ ദേഷ്യത്തിൽ, അല്ല നിങ്ങളാരാ, കണ്ടിട്ട് മനസ്സിലായില്ല, ഇവിടെ വന്ന് വിക്കി അവനോടാ. വിക്കിയോ, എനിക്ക് അറിയില്ല സാറേ, അവൻ മുകളിലായിരിക്കൂലേ, അവന്റെ സെല്ല് ട്രേസ് ചെയ്തപ്പോ അവൻ ഇങ്ങോട്ടാ വന്നിട്ടുള്ളത്. താഴെ അപ്പാർട്ട്മെന്റ് രജിസ്റ്ററിൽ അവൻ പേരെഴുതി വെച്ചിട്ട്
നിന്റെ ഫ്ലാറ്റിലേക്ക് വന്നിട്ടുള്ളത് അവനെയൊക്കെ കയ്യിൽ വെക്കി. അപ്പോൾ അനുവിനൊരു മീറ്റിംഗ് തുടങ്ങുകയാണ്. അങ്ങനെ തന്റെ ലാപ്ടോപ്പ് ചാർജർ എടുത്തിട്ട് വേറെ റൂമിലേക്ക് അവൾ പോകുന്നുണ്ട്. ഇനിയും ഒളിപ്പിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വിക്കിയുടെ ബോഡിയുള്ള ആ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് കട്ടിന്റെ അടിയിൽ അവന്റെ ബോഡി കാണിച്ചു കൊടുക്കുകയാണ്. സാറേ, ഇവൻ കാല് തെറ്റി താഴെ കൊണ്ടാണ് മരണപ്പെട്ടു പോയത്. ഞാൻ ഇവനൊന്നും ചെയ്തതല്ല. എന്നാൽ ഇൻസ്പെക്ടർ, നീ ആള് കൊള്ളാല, ഒരുത്തനെ കൊലപ്പെടുത്തിയിട്ട് രഹസ്യമായിട്ട് മറച്ചു വെച്ചേക്കാലേ. സാറേ, എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിക്കേ. ഇവന്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഹീറോ ഫോൺ എടുത്തു കൊടുക്കുകയാണ്. നിന്നെ ഈ കേസിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്താം. അതിനെ ഒരു 20 ലക്ഷം തന്നാ മതി. അതാ പൊന്നു മോനെ നിനക്ക് നല്ലത്. അതും പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ അവിടെ നിന്ന് പോവാണ്. എന്നാൽ ഇൻസ്പെക്ടറുടെ കയ്യിലുള്ള ആ ഒരു ഫോണ് അത് നമ്മുടെ ഡോണിന്റെ രഹസ്യങ്ങളുള്ള ഫോണല്ല. ആ ഒരു ഫോൺ ആ ഒരു വേസ്റ്റ് വണ്ടിയിൽ വീണ് പോയതല്ലേ. ഇപ്പൊ കയ്യിലുള്ളത് ആ വിക്കിയുടെ ഫോണാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ അനുവിന്റെ ഫ്രണ്ട്സൊക്കെ അനുവിനെ ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് വരുന്നുണ്ട്. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. എന്നാൽ നമ്മുടെ ഹീറോ കാര്യം മറന്നുപോയിട്ടുണ്ട്. അങ്ങനെ അവര് ഗിഫ്റ്റ് ഒക്കെ പ്രസന്റ് ചെയ്തിട്ട് ഇന്ന് വീട്ടിൽ വെച്ച് ഒരു പാർട്ടിയും കൂടിയിട്ട് പോകുന്നുള്ളൂ തീരുമാനിക്കുകയാണ്. എന്നാൽ പാവം ഹീറോയ്ക്കാണെങ്കിൽ അവര് പോയി കഴിഞ്ഞാലേ ആ ഒരു ബോഡി എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അവര് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട്, എനിക്ക് വല്ലാതെ തണുക്കുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, ആ ബെഡിന്റെ അടിയിൽ ബ്ലാങ്കറ്റ് ഉണ്ട്. ആ ഒരു പെൺകുട്ടി ആ ബെഡിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഹീറോയുടെ നെഞ്ച് പടക്കുകയാണ്. ബെഡ് തുറന്നപ്പോൾ തന്നെ അവളെ കാറ് വിളിക്കുന്നുണ്ട്. അപ്പോൾ അനുവും ഫ്രണ്ട്സ് പോയി നോക്കിയിട്ട് എന്തുകൊണ്ട് ഷോക്കായി പോകുന്നുണ്ട്. എന്നാൽ അവിടെ ഉണ്ടായിരുന്നത് അവളുടെ കൂട്ടുകാരിയിൽ ഒരുത്തിയുടെ പെറ്റ് ഡോഗ് ആയിരുന്നു. അതായത് നേരത്തെ ഹീറോ ബോഡി അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇവരിവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഡോഗിനെ എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചതാണ്. അതായത് എന്തോ ഒരു ഫുഡ് കൊടുത്തിട്ട് അതിന് മയക്കിയിട്ടുണ്ട്. ഇതിനെന്തോ പറ്റിയിട്ടുണ്ടെന്ന് തോന്നിട്ട് റിസ്ക് എടുക്കണ്ട, നിങ്ങൾ ഇവിടെ അടുത്തൊരു ക്ലിനിക് ഉണ്ട്, വേഗം ഡോഗിനെ കൊണ്ട് പോയിക്കോ. അങ്ങനെ അവരെല്ലാം അവിടെ നിന്ന് പറഞ്ഞയക്കാണ്. എന്നാൽ ഹീറോ ബോഡി മാറ്റുന്നതിന് മുമ്പ് അനു പറയുന്നുണ്ട്, നമുക്ക് ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. അല്ല, ഇനിയിപ്പോൾ ഇവള് കണ്ടിട്ടുണ്ടാവോ, പണി പാളിന്ന് കരുതുമ്പോൾ അവള് പറയുന്നുണ്ട്, എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ആവശ്യത്തിന്. അങ്ങനെ ആ ഒരു ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് അവര് നേരെ സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പൊ അവള് പറയുന്നുണ്ട്, സാറേ, എന്റെ ഹസ്ബൻഡ് എന്നും രാത്രി വന്നിട്ട് എന്നെ വല്ലാതെ ഉപദ്രവിക്കുകയാണ്. എന്നെ എന്തെങ്കിലും ചെയ്ത് കളയുമെന്ന് എനിക്കിപ്പോ ജീവനിൽ പേടിയുണ്ട്. അപ്പൊ ഹീറോ, സാറേ, ഈ പെൺകുട്ടി ഒരു ഗർഭിണിയാണ്, അതുപോലും നോക്കാതെയാ അവൻ ഉപദ്രവിക്കുന്നത്. അപ്പൊ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, അവന്റെ ഫോട്ടോ ഉണ്ടോ? ആ ഒരു ഫോട്ടോ നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നേരത്തെ മരണപ്പെട്ട വിക്കിയില്ലേ, അവൻ തന്നെയാ. അപ്പോഴാണ് നമ്മുടെ ഇൻസ്പെക്ടർ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അനു പറയുന്നുണ്ട്, സാറേ, രാവിലെ കണ്ടപ്പോൾ ഞാൻ ഒരു മീറ്റിംഗിലായിരുന്നു, അതൊന്നും പ്രശ്നമില്ല. അല്ല, നിങ്ങൾ എന്തിനു വന്നെന്ന് ചോദിക്കുമ്പോൾ വിക്കിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ആ പെൺകുട്ടി താൻ അനുഭവിച്ച കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇനിവനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ, ഇവരുടെ ജോലി ഓൾറെഡി തീർന്നില്ലേ. അപ്പൊ ഒരു ഷോക്കായിട്ട്, എന്ത്? അപ്പൊ ഹീറോയോട്, അല്ല, നാളെ രാവിലെ നീ ഒരു ജോലി തീർക്കാന്ന് പറഞ്ഞിട്ടില്ലേ, അതിനെ കുറിച്ച് പറഞ്ഞതാ. അങ്ങനെ അവരോട് കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞിട്ട് ഹീറോയെ തനിച്ച് കൂട്ടിക്കൊണ്ടിട്ട് ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, നീ ആള് പുലിയാട്ടാ, നീ തന്നെ അവനെ കൊന്നു കളഞ്ഞിട്ട് അവരുടെ ഫാമിലിയെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് അവനെ കാണുന്നില്ലെന്ന് കംപ്ലൈന്റ് ചെയ്യിപ്പിക്കുക. ഭയങ്കരം തന്നെ. അപ്പോഴാണ് നമ്മുടെ ഡോണിന്റെ 2 അടയാൾക്കാരില്ലേ ഡോണിനെ വിളിച്ച് പറയുന്നത്, ഡോണെ, ആ പോലീസുകാരനും ആ ഫ്ലാറ്റിലെ ഉടമയില്ലേ, അവര് തമ്മിൽ പുറത്തു വന്നിട്ട് എന്തോ ഡീലിംഗ് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഡോണ്, അവൻ എനിക്ക് പണി തരുന്ന് എനിക്ക് ആദ്യം അറിയായിരുന്നു. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും അപ്ഡേറ്റ് തന്നോണ്ടിരിക്കുക, അവനുള്ള പണി ഞാൻ കൊടുത്തോളാം. അങ്ങനെ അനു ഭയന്നിരിക്കുന്ന തന്റെ ഫ്രണ്ടിന്റെ കൂടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് പോവാണ്. എന്നാൽ ഹീറോ ആണെങ്കിൽ എങ്ങനെ ഇപ്പോൾ 20 ലക്ഷം കൊടുക്കാൻ പറ്റുക, ഒരു ഐഡിയ ഇല്ലാതെ തല പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയപ്പോ നമ്മുടെ ഇൻസ്പെക്ടർ ഇല്ലേ നേരെ ഹീറോയെ കാണാൻ വന്നിട്ട്, അല്ല മോനെ, അപ്പോ പൈസ റെഡിയല്ലേ, 20 ലക്ഷം അതും എടുക്ക്. അല്ല സാറേ, സാറെന്താ പറയുന്നേ, ഏത് പൈസ? അപ്പൊ ഇൻസ്പെക്ടർ, നീ എന്താ കളിക്കുക, ഒരാളെ കൊന്നിട്ട് കട്ടിലടയിൽ ഒളിപ്പിച്ചിട്ട് ഡ്രാമ ഇറക്കാൻ നിൽക്കരുത്. അങ്ങനെ ആ റൂമിലേക്ക് പോയിട്ട് കട്ടിൽ പൊക്കി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ബോഡി ഉണ്ടായതിന്റെ ഒരു തെളിവില്ല, എല്ലാം ഓൾറെഡി ഹീറോ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഹീറോ ആണെങ്കിൽ, സാറേ, നിങ്ങൾക്ക് എന്തോ കൺഫ്യൂഷൻ സംഭവിച്ചതാ. അങ്ങനെ ആ വീട്ടിലെ ബാത്റൂം അടക്കം എല്ലാ റൂമും തേടി നോക്കിയിട്ടും എവിടെയും ആ ഒരു ബോഡി നമ്മുടെ ഇൻസ്പെക്ടറിന് കണ്ടെത്താനേ പറ്റിയില്ല. അപ്പോൾ ദേഷ്യത്തില്, പൊന്നു മോനെ, നീ എൻ്റെ കൂടെ വന്നേ മതിയാവും. അങ്ങനെ ഹീറോയെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ആ ഒരു അപ്പാർട്ട്മെന്റിലെ എല്ലാ ആളുകളും ചുറ്റിലും കൂടാണ്. അല്ല സാറേ, എന്താ പ്രശ്നം, ഇവനെങ്ങോട്ട് കൊണ്ടുവന്നേ? കഴിഞ്ഞ രാത്രി ഇവന്റെ അപ്പാർട്ട്മെന്റിൽ വെച്ചിട്ട് ഒരു കൊലപാതകം നടത്തി. ഇന്നേ വന്നു നോക്കുമ്പോൾ അവിടെ ആ ബോഡിയില്ല, അതിനുള്ളിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഹീറോയോട്, അല്ല, ഈ സാറ് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ, ഇദ്ദേഹത്തിന് എന്തോ മിസ്റ്റേക്ക് പറ്റിയതാ. എന്നാൽ ഇൻസ്പെക്ടർ, നീ കളിക്കാൻ നിൽക്കല്ലേ. അപ്പോൾ കൂടുതലൊരുത്തം പറയുന്നുണ്ട്, അല്ല സാറേ, എന്തിനാ മസിൽ പിടിക്കുന്നത്, CCTV വിഷ്വൽ ഒന്ന് ചെക്ക് ചെയ്താൽ പോരെ. പണി പാളിന്ന് വിചാരിക്കുമ്പോൾ ആ ഒരു വിഷ്വല് നമ്മുടെ വിക്കി ഹീറോയുടെ ഫ്ലാറ്റിലേക്ക് വരുന്ന ആ ഒരു വിഷ്വൽ ഉണ്ട്. അങ്ങനെ പുറത്തേക്കുള്ള ക്യാമറ നോക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു പോയതിന്റെ വിഷ്വലും ഉണ്ട്. അപ്പൊ ഹീറോ, ആഹാ, കണ്ടില്ല സാറേ, അവൻ വന്നിട്ടുമുണ്ട്, അവൻ തിരിച്ചു പോയിട്ടുമുണ്ട്, എന്നിട്ട് വെറുതെ ഒരു സാധാരണക്കാരനെ കൊലയാളിയാക്കാൻ നോക്കുക. അപ്പൊ ഹീറോ പറയുന്നുണ്ട്, സാറേ, ഞാൻ അപ്പളേ പറഞ്ഞല്ലേ സാറിനെന്താ കൺഫ്യൂഷൻ പറ്റിയാന്ന്. അപ്പോൾ ബാക്കിയുള്ള ആളുകളും, ഇനി മേലിൽ സാറേ വാറണ്ടില്ലാതെ ഇങ്ങോട്ട് കയറരുത്. അപ്പോൾ പോലീസുകാരൻ, നീ എന്റെ ഈഗോയെ ടച്ച് ചെയ്തത്, 24 മണിക്കൂറിനുള്ളിൽ നിന്നെ ഉള്ളിൽ തള്ളിയിട്ടില്ലെങ്കിൽ ഞാൻ പോലീസുകാരനല്ല. എന്നാൽ നമ്മുടെ ഹീറോ എങ്ങനെയാ CCTV ക്യാമറയിലെ വിഷ്വല് മാറ്റിയത് അത് മാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഹീറോ വീട്ടിലേക്ക് എത്തിയപ്പോൾ അനു പറയുന്നുണ്ട്, എന്റെ പ്രൊഡക്റ്റിന്റെ ഡീലില്ലേ അത് റെഡി ആയിട്ടുണ്ട്, അപ്പോൾ നിന്റെ പ്രോപ്പർട്ടി നമുക്ക് തിരിച്ചെടുക്കാം, ആ കടം വേഗം നിന്നെ വീട്ടിൽ കളയാം. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. എന്നിട്ട് അവനാശിന്റെ ഭാര്യ മോനെ വിളിപ്പിച്ചതും അവരുടെ പ്രശ്നങ്ങളും ആ ഒരു എവിഡൻസ്
വിക്കിയിൽ നിന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ തന്റെ പ്രോപ്പർട്ടിയിലെ കടങ്ങൾ റിലീസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാനും ഇത് കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യമെന്ന് കരുതിയിട്ട് അവനെ വീട്ടിലേക്ക് ഇൻവൈറ്റും ചെയ്തു. എന്നാൽ വീട്ടിലേക്ക് വന്നവനില്ലേ കാല് തെന്നി വീണിട്ട് നമ്മളെ ഫ്ലാറ്റിൽ വെച്ച് എന്നെ മരണപ്പെട്ടു പോയി. എന്നാൽ അവള് പറയുന്നുണ്ട് എന്തായാലും ഒരാൾ കൊല്ലപ്പെട്ടില്ലേ, നമുക്ക് സറണ്ടർ ആവാം. ഈ പാപത്തോടെ ജീവിക്കാന് എനിക്ക് തീരെ താല്പര്യമില്ല. എന്നാൽ ഹീറോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, നിനക്ക് എന്റെ മേലെ വിശ്വാസം ഉണ്ടെങ്കിൽ നീ എന്റെ കൂടെ നിൽക്ക്, ഇനി അങ്ങനെയല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള പോലെ. അവസാനം ഹീറോയുടെ കൂടെ നിൽക്കാൻ അവളും തീരുമാനിക്കുകയാണ്. അടുത്ത സീനില് നമ്മുടെ ഇൻസ്പെക്ടറിലെ വിക്കിയുടെ ഫോൺ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഫോൺ നോക്കുമ്പോൾ അത് നമ്മുടെ ഡോണിന്റെ ഫോണല്ല, അത് വിക്കിയുടെ സ്വന്തം ഫോണാണ്. അപ്പൊ കൂട്ടാളികൾ പറയുന്നുണ്ട് ഇന്നലെ ഇൻസ്പെക്ടർ അവനോട് സംസാരിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഇവര് ഫോൺ മാറ്റിയിട്ടുണ്ടാവുന്നു. എന്നാൽ ഇൻസ്പെക്ടർ കാലിപ്പില് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാനായോ? ഇന്നലെ ഞാനും അവനും സംസാരിച്ചത് വേറെ വിഷയം. എന്നാലും ഡോണ് എന്നെ ചീറ്റ് ചെയ്യാൻ നോക്കിയാൽ എന്റെ തനിക്കോണം കാണും. അപ്പൊ ഇൻസ്പെക്ടർ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഫോണ് നിങ്ങളുടെ കൺമുമ്പിൽ എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തും ചെയ്യാം. അടുത്ത സീനില് നമ്മുടെ ഹീറോയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. നോക്കുമ്പോൾ അത് അവിനാശിന്റെ ഭാര്യ മോനയില്ലേ അവള് തന്നെയാണ്. ഹീറോയുടെ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ് അവിനാശ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ വിളിപ്പിച്ചാണ്. എന്നാൽ ഹീറോ പോയി നോക്കുമ്പോൾ മോണയാണെങ്കിൽ നൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ടിട്ട് എന്തോ ഒരു സെഡ്യൂസ് എന്ന പോലത്തെ ഒരു മട്ടിലാണ്. എന്നാൽ ഹീറോ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. അവിനാശ് അദ്ദേഹം എവിടെ? അപ്പൊ മോണ അദ്ദേഹത്തെ കാണാൻ തന്നെ വിളിപ്പിച്ചേ. അദ്ദേഹം റൂമിലുണ്ട്. റൂമിലേക്ക് കയറിയപ്പോ മോണ വാതിലടക്കിയാണ്. അപ്പോ ബെഡില് അവിനാശ് കിടക്കുന്നുണ്ട്. അപ്പൊ ഹീറോ സാറേ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ്സ് വാങ്ങാൻ വന്നതായിരുന്നു. എന്നാൽ അവിനാശിന് ഒരനക്കവുമില്ല. മോന പറയുന്നത് അവിനാശായിട്ട് റിലേഷനിൽ ഏർപ്പെടാൻ നോക്കിയപ്പോൾ അതിനിടയിൽ അങ്ങേർക്ക് ഹാർട്ട് അറ്റാക്ക് പറ്റിയതാണെന്നാണ്. ഹീറോയോട് തന്റെ ഹസ്ബൻഡിന്റെ ബോഡി ഡിസ്പോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്താൽ ഹീറോയുടെ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റും അതുപോലെ അവിനാശിന്റെ ലോക്കറിലുള്ള മുഴുവൻ പൈസയും ഹീറോയ്ക്ക് കൊടുക്കാന്ന് ഡീല് പറയാണ്. എന്നാൽ ഹീറോ എന്നെ കമ്പി അണിക്കാൻ തന്നെയാ, നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ പൈസ ഇട്ടില്ലേ, ആ പൈസ എടുത്തിട്ട് ഒരു വർഷത്തേക്ക് USA ഇംഗ്ലണ്ടിലേക്കോ എവിടെയെങ്കിലും പോയിട്ട് വാ, പിന്നെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സേഫായിട്ട് നിന്റെ ഹോട്ടൽ ബിസിനസ് നോക്കി നടത്തിക്കൂടെ. അപ്പൊ ഹീറോ മനസ്സിൽ കരുതുന്നുണ്ട് ഓൾറെഡി ഇപ്പൊ ഒരു കൊല ചെയ്തു കഴിഞ്ഞു, ഇനിയിപ്പോ 1 ചെയ്താലും 2 ചെയ്താലും ഒരേ ശിക്ഷ തന്നെയല്ലേ. അപ്പൊ മോണ അല്ല നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഒന്നുമില്ല, സമ്മതിക്കാം. അല്ല നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പൊ മോണ നമ്മുടെ പ്രോപ്പർട്ടിയില് അബാൻഡഡ് ആയിട്ടുള്ള ഒരു കുളമുണ്ട്, അങ്ങോട്ടേക്ക് ജനങ്ങളൊന്നും വരാറില്ല. അപ്പൊ ആ കുളത്തിൽ കൊണ്ടിട്ട് ഒഴുകിക്കളയാം. അങ്ങനെ മോണയും ഹീറോയും കൂടിയിട്ട് അവിനാശിന്റെ ബോഡി കാറിലാക്കിയിട്ട് ഡിസ്പോസ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡോണിന്റെ 2 അടയാൾക്കാരില്ലേ അവർ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. എന്നാൽ പകുതിയായപ്പോ അവരുടെ വണ്ടിയിലെ എണ്ണ തീർന്നിട്ട് സ്റ്റോപ്പായി പോവാണ്. അങ്ങനെ അവിനാശിന്റെ ബോണി ഒരു വട്ടത്തോണിലെടുത്തിട്ട് അബാൻഡഡ് ആയിട്ടുള്ള ആ ഒരു കോറിട്ടുള്ളിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ചിട്ട് വരികയാണ്. ഹീറോയ്ക്ക് ഇപ്പോൾ ചെറിയൊരു സമാധാനമുണ്ട്, എന്തായാലും പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. അപ്പോഴാണ് മോണയ്ക്ക് പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്നൊരു കോള് വരുന്നത്. നോക്കുമ്പോൾ ഏതോ ഒരു അപരിചിതൻ കുറേയധികം ഫോട്ടോസ് അയച്ചിട്ടുണ്ട്. ഫോട്ടോസ് അയച്ചെന്ന് വെച്ചാൽ അവിനാശിനെ കൊലപ്പെടുത്തിയതും ആ ഒരു ബോഡി ഡിസ്പോസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഭയന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ ആരാ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? അപ്പോൾ ആ ഒരു അജ്ഞാതം പറയുന്നുണ്ട് മോണ മര്യാദയ്ക്ക് നിന്റെ വീട്ടിലെ ലോക്കറില്ലേ അതിന്റെ പിന്ന് പറഞ്ഞോ, ഇല്ലെങ്കിൽ ഈ ഫോട്ടോസ് ഇപ്പൊ തന്നെ പോലീസിനെത്തും. എന്നാൽ ഹീറോ പറയുന്നുണ്ട് മോണ അതങ്ങ് പറഞ്ഞേക്ക്, ഇല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും പെടും. അവളാണെങ്കിൽ മരിച്ചാലും ഞാൻ നമ്പർ പറയില്ല. എന്നാൽ ജയിലിൽ പോയി കിടന്നോ, അവസാനം അവൾക്ക് വേറെ നിവൃത്തിയില്ല. അങ്ങനെ ആ ഒരു പാസ്വേഡ് പറയണം. അതേ സമയത്ത് തന്നെ ആ ഒരു അജ്ഞാതനില്ലേ ആ ഒരു ലോക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേഷ്യത്തിൽ മോണ പറയുന്നുണ്ട് എന്റെ എല്ലാ സേവിങ്സും പോയില്ലേ, പിന്നെ ഒരു മർഡർ ചെയ്തിട്ട് രക്ഷപ്പെടാന്ന് കരുതിയേ പൈസ പിന്നെ ഉണ്ടാക്കാലോ. മോണക്ക് ഭ്രാന്ത് പിടിക്കുന്നവരാകുന്നുണ്ട്. പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചവരെ സമാധാനിക്കുമ്പോഴാണ് അടുത്ത സീനിലെ മോണയും ഹീറോയും ആരോ തട്ടിക്കൊണ്ട് പോയിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. നോക്കുമ്പോ നമ്മുടെ ഡോണിന്റെ അടയാൾക്കാരാണ്. ഡോണ് പറയുന്നുണ്ട് 24 മണിക്കൂറിൽ ഈ ബാംഗ്ലൂർ സിറ്റിയത്തിന് ഉറപ്പിക്കുന്ന എന്നെ നീ എത്രത്തോളം വെള്ളം കുടിപ്പിച്ചടാ, എവിടെടാ എന്റെ ഫോണ്? എനിക്കറിയില്ല. അപ്പോ മോണ പറയുന്നുണ്ട് എന്റെ ഫോൺ എവിടെ? അതും എനിക്കറിയില്ല. ആ വക്കീലിൽ നിന്ന് ഹെൽപ്പിന് നിന്നെ ഞാൻ വിളിച്ചില്ലേ, അത് വലിയ തെറ്റായിപ്പോയി. അവനും നീയും ചേർന്നിട്ട് എന്നെ കൊടുക്കാൻ പ്ലാൻ ചെയ്യാലേ. അപ്പൊ ഡോണ് ആഹാ അപ്പോ നിങ്ങൾ 3 പേരും ഒരു ടീമാല്ലേ, എവിടാ വെക്കി? അവൻ എന്നെ കാണാൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ കാല് തെറ്റി താഴെ വീണിട്ട് സ്പോട്ടിൽ മരണപ്പെട്ടു പോയതാ. അത് കേട്ടപ്പോ അവരെല്ലാരും ഷോക്കായി പോകുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അതായത് ഹീറോയുടെ നെയ്ബർ പറയുന്നുണ്ട് പാർട്ടിയിൽ നീ ഉണ്ടാക്കിയ ബിരിയാണിയില്ലേ എല്ലാ ആളുകൾക്കും ഭയങ്കര ഇഷ്ടമായി. അത് കേട്ടപ്പോ ഹീറോയുടെ മുഖത്ത് ഒരു ചിരി വരുന്നുണ്ട്. അതായത് വിക്കിയുടെ ബോഡി ഹീറോ ഡിസ്പോസ് ചെയ്തത് ബിരിയാണി വെച്ച് അവർക്ക് സെർവ് ചെയ്തിട്ടാണ്. അപ്പോൾ ഹീറോ ചില്ലറക്കാരനല്ല, അതിനുള്ളിൽ തന്നെ ഹീറോ തന്നെ കെട്ടഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഡോണിന്റെ അടിയാൾക്കാരെ ഓരോരുത്തരായിട്ട് എടുത്ത് പഞ്ഞിക്കിടാണ്. അങ്ങനെ എല്ലാത്തിനും കണക്കിന് കൊടുത്തിട്ട് ഹീറോയും മോണയും കാറും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ഇൻസ്പെക്ടറിലെ ആ കാഴ്ച കാണുന്നുണ്ട്. അങ്ങനെ അവരുടെ പിന്നാലെ വരികയാണ്. എന്നാൽ നമ്മുടെ ഇൻസ്പെക്ടറിനെ വെള്ളം കുടിപ്പിച്ചിട്ട് ഹീറോ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടില്ലേ പഞ്ചർ കടക്കാരൻ ആണി എറിഞ്ഞിട്ട് പോയപ്പോൾ നമ്മുടെ ഹീറോ ആയിരുന്നു ഫാസ്റ്റില് കാർ ഓടിച്ചു വന്നോണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ആണിയിൽ കയറിയിട്ട് വണ്ടി മലക്കം മറിഞ്ഞിട്ട് വലിയൊരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. അത് കണ്ടപ്പോൾ ആ ഒരു പഞ്ചർ കടക്കാരനില്ലേ അയാൾ ജീവനോട് ഓടി തള്ളിയിട്ടുണ്ട്. ജനവാസമൊന്നുമില്ലാത്ത ഒരു ഏരിയ ഇരുന്നത്. അപ്പോഴാണ് ഫോളോ ചെയ്ത് വന്ന നമ്മുടെ ഇൻസ്പെക്ടറില്ലേ അവിടെ എത്തുന്നത്. അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് പൊന്നുമോനെ നീ തീർന്നോ, ഇല്ലെങ്കിൽ മര്യാദക്ക് പുറത്തിറങ്ങുക. അപ്പോൾ നോക്കുമ്പോൾ ഹീറോയ്ക്ക് വലിയ പരിക്ക് പറ്റിയിട്ടില്ല. എന്നാൽ മോണക്ക് എന്താ പറ്റിയെന്ന് കാണുന്നില്ല. അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് നീ എന്റെ ഈഗോയിൽ ടച്ച് ചെയ്തില്ലേ, അപ്പത്തിന് നിനക്കൊരു പണിയാൻ വെച്ചതാ. അവിനാശ് അവൻ എങ്ങനെയാ മരണപ്പെട്ടെന്നറിയോ? നമ്മുടെ ഇൻസ്പെക്ടറില്ലേ വിക്കിയുടെ ഭാര്യയെ കൊണ്ട് വിക്കിയും മോണായിട്ടുള്ള ഫോട്ടോയില്ലേ അവിനാശിനെ
അയച്ചു കൊടുത്താണ്. ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ദേഷ്യത്തില് ഈ വിക്കി ആരാണെന്ന് ചോദിച്ചിട്ട് അവളെ കൊല്ലാൻ നോക്കിയപ്പോ അവളൊന്ന് തള്ളിയതാണ്. അതിൽ അവിനാശിന്റെ തല പോയിട്ട് ചുമരിലടിച്ചിട്ട് അയാള് മരണപ്പെട്ടു പോയതാണ്. ഉടനെ തന്നെ മോണ ഇൻസ്പെക്ടറെ വിളിച്ചിട്ട് തന്റെ ഹസ്ബൻഡ് മരണപ്പെട്ട കാര്യം പറഞ്ഞപ്പോ ഈ ഒരു കേസ് വലിയ പ്രശ്നമാവല്ലോ. അപ്പൊ മോണ നിങ്ങൾ ചോദിക്കുന്ന എന്ത് ഞാൻ തരാം. ലോക്കർ ഒരു 4 കോടിയുണ്ട്. അപ്പൊ ഇൻസ്പെക്ടർ എന്നാൽ നമുക്ക് 50-50 ആകാം. ഓൾറെഡി നമ്മുടെ ഇൻസ്പെക്ടറിന് ഹീറോയുടെ മേലെ നല്ല കലിയില്ലേ. അപ്പോൾ അവിനാശിന്റെ മർഡർ ഹീറോയുടെ തലയിൽ വെച്ച് കൊടുത്തിട്ട് ഹീറോയ്ക്ക് പണി കൊടുക്കാന് മോണയും ഇൻസ്പെക്ടറും പ്ലാൻ ചെയ്തതാണ്. എന്നിട്ട് ഇൻസ്പെക്ടർ ഗണ്ണെടുത്തിട്ട് റോഡിലൂടെ പിന്നോട്ട് നടന്നിട്ട് പൊന്നുമോനെ അപ്പൊ നീ ഷോക്കോടുകൂടി തന്നെ അങ്ങ് പോയിക്കോ പറഞ്ഞു തീർന്നില്ല. ഒരു കുടിനെ ഓടിച്ചുകൊണ്ടിരുന്ന ലോറി വന്നിട്ട് ഇൻസ്പെക്ടർ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ ബോസിന്റെ അടിയാൾക്കാരില്ലേ അവര് അടിയൊക്കെ കിട്ടിയിട്ട് തിരിച്ചു പോകുമ്പോ റൂട്ട് മാറിപ്പോയിട്ട് ഈ വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യുന്നില്ലേ ആ ഒരു ഏരിയയിലെത്താണ്. അപ്പോഴാണ് ആ വേസ്റ്റിന്റെ ഇടയിൽ നിന്ന് ഒരു ഫോൺ അവർക്ക് കിട്ടുന്നത്. അതായത് വിക്കിയുടെ പോക്കറ്റിൽ നിന്ന് ആ ഒരു ഫോണ് വേസ്റ്റ് വണ്ടിയിലല്ലേ വീണത്. അത് ബോസിന്റെ ഫോണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ല ബോസ് ഇത്രത്തോളം വാശി പിടിക്കാനേ ഈ ഫോണില് അങ്ങനെ എന്തായിരിക്കും ഉണ്ടാവുക, നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ. അങ്ങനെ വീഡിയോസ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ അതിലൊരു വീഡിയോ കണ്ടിട്ട് ഒരു ഷോക്കായി പോവാണ്. ആഹാ ഈ വീഡിയോ വെച്ചിട്ട് നമുക്ക് ഡോണിനെ തന്നെ ഭീഷണിപ്പെടുത്താം, ഒരു 20 ലക്ഷം ചോദിക്കുക. അങ്ങനെ എന്ത് വീഡിയോ എന്ന് വെച്ചാല് നമ്മുടെ ഡോണില്ലേ അങ്ങനെയുടെ ഉള്ളില് ശരിക്കും ഒരു സ്ത്രീ ഉണ്ട്. അപ്പോ സ്ത്രീ വേഷം കേട്ടിട്ട് അദ്ദേഹം മേക്കപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണത്. പുറത്ത് ജനങ്ങളെ ഭയപ്പെടുന്ന ഡോണ് യഥാർത്ഥത്തില് ഉള്ളിലൊരു സ്ത്രീയാന്ന് അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഡോണിന്റെ വില പോവില്ലേ. അതുകൊണ്ടാണ് ഡോണി പരാക്രമങ്ങളൊക്കെ കാണിച്ചത്. അതേ സമയത്ത് നമ്മുടെ ഇൻസ്പെക്ടറെ ലോറി ഇടിച്ച് തെറിപ്പിച്ചിരുന്നില്ലേ. ജീവല് പഴഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെ അരികിൽ പോയിട്ട് ഹീറോ വേറെ ലെവൽ ടിസ്റ്റ് റിവീൽ ചെയ്യാണ്. നമ്മുടെ ഹീറോ ഒരു യഥാർത്ഥ ഷെഫാണ്. അതുകൊണ്ട് നല്ല ഫുഡ് മാത്രമേ എല്ലാ ആളുകളും കൊടുക്കുള്ളൂ, അല്ലാതെ മനുഷ്യ ഇറച്ചി കുക്ക് ചെയ്യുന്ന അത്രക്ക് ക്രൂരനൊന്നുമല്ല ഞാൻ. എന്നിട്ട് വിക്കിയുടെ ബോഡി എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്തതെന്ന് ഇൻസ്പെക്ടറോട് പറയുന്നുണ്ട്. ആ ഒരു ബോഡി അവരുടെ അപ്പാർട്ട്മെന്റിന് മുകളിൽ കൊണ്ടുപോയിട്ട് ഒരു ഹീലിയം ബലൂണിൽ അത് കെട്ടിവിട്ടതാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അനു വരുന്നത്. അല്ല ഈ കാര്യങ്ങളൊക്കെ അനുവിന് അറിയോ? അപ്പോഴാണ് മറ്റൊരു ടിസ്റ്റ് റിവീൽ ആവുന്നത്. അതായത് ഹീറോ കൊടുക്കാന് മോണയും ഇൻസ്പെക്ടറും പ്ലാൻ ചെയ്തിരുന്നില്ലേ. അവിനാശിന്റെ ബോഡി ഡിസ്പോസ് ചെയ്യുന്നതിന് മുൻപ് മോണയോട് ഡ്രസ്സ് മാറിയിട്ട് വരാൻ പറഞ്ഞപ്പോ അവിടെ മോണയുടെ ഫോൺ ഉണ്ടായിരുന്നു. അപ്പോ അതിലേക്ക് വന്ന നമ്മുടെ ഇൻസ്പെക്ടറിന്റെ മെസ്സേജ് ഹീറോ കണ്ടിട്ടുണ്ട്. അപ്പോ ഇൻസ്പെക്ടർ മോണയും കൂടി തനിക്കിട്ട് പണി വെക്കാണെന്ന് നേരത്തെ ഹീറോയ്ക്ക് മനസ്സിലായിട്ട് തന്നെയാണ് ആ ഒരു ബോഡി ഡിസ്പോസ് ചെയ്യാന് മോണയുടെ കൂടെ ഹീറോ ധൈര്യമായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മോണയെ ഒരു അജ്ഞാതം വിളിച്ചിട്ട് ഫോട്ടോസ് കാണിച്ച് ഭയപ്പെടുത്തിയിരുന്നില്ലേ. അതാരാന്ന് വെച്ചാല് അത് വേറെ ആരുമല്ല, നമ്മുടെ അനു തന്നെയാണ്. അതായത് ആ ഒരു ലോക്കറുള്ള പൈസ അടിച്ചു മാറ്റാന് നമ്മുടെ മോണയെ ഭീഷണിപ്പെടുത്താന് ഓൾറെഡി അനുവിനെ സെറ്റ് ചെയ്തതും നമ്മുടെ ഹീറോ തന്നെയാണ്. അങ്ങനെ ആ ഒരു ലോക്കറിലെ മുഴുവൻ പൈസയും അനു നൈസായിട്ട് അടിച്ചു മാറ്റിയിട്ടുണ്ട്. എന്നാൽ കേട്ടതൊരു ആണിന്റെ സൗണ്ട് ആയിരുന്നല്ലോ എന്ന് സംശയം തോന്നിയാല് അതൊരു വോയിസ് ചേഞ്ച് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചതാണ്. അങ്ങനെ നൈസായിട്ട് 4 കോടി അവരുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്പെക്ടർ പാടായി പോയിട്ടുണ്ട്. എന്നാൽ ആ ഒരു പൈസ ഹീറോ എടുത്തില്ല. കഥയുടെ ആരംഭത്തില് നമ്മൾ കണ്ട ഒരു അനാഥാലയില്ലേ അവിടെ ആ ഒരു പൈസ കൊണ്ട് വെക്കുകയാണ്. നമ്മുടെ ഹീറോയ്ക്ക് ശരിക്കും ആ പൈസയോട് താല്പര്യമില്ല. ബീച്ച് അരികിലുള്ള തന്റെ ഹോട്ടലിന്റെ ഡോക്യുമെന്റ് മാത്രം ഹീറോ കയ്യിലാക്കിയിട്ടുണ്ട്. അങ്ങനെ സമാധാനത്തില് തന്റെ പാഷനായിട്ടുള്ള ഹോട്ടൽ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ തന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള വെറൈറ്റി ഫുഡുകൾ സെർവ് ചെയ്തിട്ട് അവർ രണ്ടുപേരും ആ ഫുഡ് കഴിച്ചുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാണ്. ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്ന കഥ? അത്യാവശ്യം ട്വിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യത്യസ്തമായ കഥയായിരുന്നില്ലേ? അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ഈ ഒരു വീഡിയോ പരമാവധി ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ ഒരു ചാനലിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ബാക്കപ്പിനായിട്ട് നമുക്ക് കണ്ടുമുട്ടാൻ ഒരു ചാനൽ വേണ്ടേ? അപ്പോൾ മറക്കാതെ സീരീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അധികം വൈകാതെ തന്നെ നല്ല വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി സീരീസുകളും അതുപോലെ കൊറിയൻ, ഇംഗ്ലീഷ്, അന്യഭാഷ മൂവികളുമായിട്ട് നമുക്ക് ആ ചാനലോട് കണ്ടുമുട്ടാം. അപ്പോൾ മറ്റൊരു കഥയായിട്ട് കാണുമ്പോഴേക്കും ഇത് നിങ്ങളുടെ സ്വന്തം ട്വിസ്റ്റ് മലയാളി. ടാറ്റ, ബൈ ബൈ.